എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഈ ആഴ്ച ദാനം തന്ന ദൈവം ഒരു സമാപന ഈ ആഴ്ചയുടെ ഒരു സമാപന ദിവസത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. നല്ലവൻ, വിശ്വസ്തൻ. ഈ ആഴ്ച നടക്കേണ്ട അനുഗ്രഹത്തെ ഈ ആഴ്ച തന്നെ നമ്മൾ പ്രാപിക്കണം. ഈ മാസം വാഗ്ദത്ത നിവർത്തികളുടെ മാസമാണ്. കാരണം ഈ വർഷത്തിനെ നമ്മൾ അതാണ് പേരിട്ടത്, വാഗ്ദത്ത നിവർത്തീകരണങ്ങളുടെ വർഷം. ഓരോ മാസവും വാഗ്ദത്തങ്ങൾ നിവർത്തിയാവും. ഓരോ ദിവസവും, ഓരോ മണിക്കൂറും, ഓരോ മിനിറ്റും, ഓരോ സെക്കൻഡ് കൊണ്ടും അത് സംഭവിക്കും. അതുകൊണ്ട് കാലങ്ങൾ, സംവത്സരങ്ങളൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിന് നമ്മിൽ നല്ല പൂർത്തീകരണങ്ങൾ കൊണ്ടുവരാൻ മനസ്സുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ചാൽ നാം ലജ്ജിക്കില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവത്തിന് ഇഷ്ടമാണ്. ദൈവം പറയും, ഓ എൻ്റെ മകളും മകനും എന്നിലാണല്ലോ ആശ്രയിക്കുന്നത്. അപ്പോൾ തങ്ങൾ ഏകാഗ്ര ചിത്തന്മാർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കുമെന്നാണ് ബൈബിളിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറയുന്നത്. തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കണ്ണ് ഭൂമി മുഴുവനും സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് ദൈവം ചോദിച്ചത്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തൻ ആരുണ്ട്? അപ്പോൾ ദൈവം തൻ്റെ ഭക്തന്മാരെ വളരെ സൂക്ഷ്മതയോടെ കാണുന്നു. അവരുടെ ഭക്തിയെ കാണുന്നു, അവരുടെ നിഷ്കളങ്കത കാണുന്നു, നീതി കാണുന്നു, അവരുടെ പ്രാർത്ഥന കേൾക്കുന്നു, അവരുടെ ആരാധന കാണുന്നു. നമ്മുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ടെന്നുള്ളത് വളരെയധികം അനുഗ്രഹമാണ്. ഈ ക്യാമറയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ തന്നെ കുറച്ചും കൂടിയൊക്കെ നേരെയൊക്കെ നിൽക്കുകയൊക്കെ ചെയ്യും. എന്താണ്, ഒയ്യോ ഇവിടെ ക്യാമറയുണ്ട്, നമ്മളെ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുപോലെ സ്വർഗത്തിലെ ക്യാമറ കണ്ണുകൾ നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 139 സങ്കീർത്തനിൽ, നിന്നെ വിട്ട് ഞാൻ എവിടെ പോവും? ഞാൻ എവിടെ പോയി ഒളിച്ചാൽ അവിടെ നിന്റെ കൈ എൻ്റെ കൂടെയുണ്ട്. നീ എന്നെ കാണുന്നല്ലോ, ഇരുട്ട് പോലും നിനക്ക് മറവല്ല. ഇപ്പോഴത്തെ ക്യാമറകളൊക്കെ ഇരുട്ടിലും കാണുന്ന ക്യാമറകളാണ്. നമ്മുടെ വിചാരം ഇരുട്ടിൽ കാണില്ല. ഈ ദിവസങ്ങളിൽ വാർത്തകളൊക്കെ വളരെ രസമാണ്. ഒരു കള്ളൻ മുഖം മൂടിയിട്ട് ഒരു വീട്ടിൽ ചെന്ന് കയറാൻ നോക്കിയിട്ട് കയറാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് രാവിലെ എഴുന്നേറ്റ് ക്ഷീണം ഉറക്കപ്പിച്ചിൽ വന്നിട്ട് അവിടുത്തെ ഒരു പൈപ്പ്, ആ പൈപ്പിൽ തലയിലുള്ള ആ മുഖം മൂടി അങ്ങോട്ട് മാറ്റിയിട്ട് മുഖവും തലയും ഒന്ന് കഴുകി മിടുക്കനായിട്ട് പോവുകയാണ്. അപ്പോഴേക്കും ക്യാമറയിൽ മുഴുവൻ കിട്ടി. അപ്പം ക്യാമറയുടെ കാര്യം അടക്കം നമ്മൾ മറന്നുപോകും. ക്യാമറ ഉണ്ടെന്നറിയുമ്പോൾ അതനുസരിച്ച് കാര്യങ്ങളൊക്കെ നോക്കുള്ളൂ. ആർക്ക് എറിഞ്ഞ് പൊട്ടിക്കാൻ പറ്റാത്തൊരു ക്യാമറയാണ് സ്വർഗത്തിൽ വെച്ചിരിക്കുന്നത്. ഇതിനെ മറക്കാൻ കഴിയില്ല. ഹൃദയങ്ങളെ വരെയും കാണും, അന്തരേന്ദ്രിയങ്ങളെ വരെ, ഹൃദയത്തിൻ്റെ ഉൾപ്പുവുകളെ വരെ ആരായൊന്ന് ഇത് നമ്മുടെ ചിന്തകളെയെല്ലാം ശോധന ചെയ്യും, പരിശോധിക്കും. ഈ ക്യാമറയെ വെട്ടിച്ച് നമുക്ക് എങ്ങോട്ടും പോകാൻ കഴിയില്ല. അതുകൊണ്ട് വളരെ ഭക്തിയോടെ ജീവിപ്പാൻ നമുക്ക് ഒരുമിച്ച് ഒരുങ്ങാം. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പരസ്പരം പ്രാർത്ഥിക്കണം. കാരണം കൃപയിൽ നിൽക്കുന്നവരെ പോലും വീഴ്ത്തുന്ന പിശാചിൻ്റെ ചതികൾ കൊണ്ട് നിറഞ്ഞ ഈ കാലത്ത് ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാരുടെ നിലനിൽപ്പ്, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നെ ഓർത്ത് ഈ കാര്യങ്ങളിൽ പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, എൻ്റെ കൂടെയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കണം. എന്നാൽ മാത്രമേ ജീസസ് എവരിഡേ എന്നുള്ളത് എവരിഡേ ആകത്തുള്ളൂ. അല്ലെങ്കിൽ ജീസസ് എവരിഡേ അവസാനിച്ചു എന്നൊരു വാർത്ത ഒരിക്കലും ഉണ്ടാകാൻ ഇടയാകരുത്. കർത്താവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നിർമ്മലരും നിഷ്കളങ്കരുമായി ജീവിക്കാനുള്ള കൃപ ഉണ്ടാകാൻ നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ എന്നെയും കൂടെയുള്ളവരെയും എൻ്റെ കുടുംബത്തെയും ഓർക്കുക. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ. നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ.
എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. അപ്പാ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ സാന്നിധ്യത്തിൽ മറയുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ, നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. എന്നും എൻ്റെ കൂടെ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. യേശുവേ, എന്നും എൻ്റെ കൂടെ വേണമപ്പാ. എപ്പോഴും എൻ്റെ കൂടെ വേണമപ്പാ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. വാഞ്ചിക്കുന്നേ, ദാഹിക്കുന്നേ, എന്നാശയേറുന്നേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. അവർ കേട്ടു. ഈ ജീവന്റെ വചനം എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് അവരത് അനുസരിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. അവർ കേട്ട് പുലർച്ചയ്ക്ക്, അതിരാവിലെ ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു കൊണ്ടിരുന്നു. കാണുന്നവരോടെല്ലാം. അവിടെ ആൾക്കാരൊന്നും വട്ടത്തിൽ കൂടിയിട്ടില്ല. അവിടെ നിൽക്കുന്നവരോടും പ്രാർത്ഥനയ്ക്ക് വരുന്നവരോടും ചവിട്ട് വഴി ആ സ്റ്റെപ്പ് വഴി കയറി വരുന്നവരോടൊക്കെ വചനം പറയുകയാണ്. അവർ ഭയങ്കര ദാഹത്തോടെ, എരിവോടെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ജീവന്റെ വചനം എല്ലാവരോടും. യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവപുത്രൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, ക്രൂശിച്ചവൻ ഉയർത്തെഴുന്നേറ്റു, ദൈവം മരണപാശങ്ങളെ അഴിച്ചുവിട്ടു, മറ്റൊരുത്തൽ രക്ഷയില്ല, യേശുവിൽ വിശ്വസിക്കണം. ഇതാണ് അവരുടെ ഉപദേശം. ഉപദേശിച്ചു കൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രായേൽ മക്കളെ മൂപ്പന്മാരെയെല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരാൻ തടവിലേക്ക് ആളയച്ചു. ഇവരുടെ വിചാരം ഇവർ തടവിൽ കിടക്കുകയാണെന്നാണ്. ചേവകർ ചെന്നപ്പോൾ അവരെ കാരാഗൃഹത്തിൽ, ജയിലിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗൃഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതുക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു.
തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല. അപ്പൊ ആര് തുറന്നു? അതായത് ഈ ദൂതന്മാരുടെ കൂടെ നടന്നാൽ ജയിലൊന്നും തുറക്കേണ്ട ആവശ്യമില്ല, ഭിത്തികളൊന്നും വിഷയമല്ല, അതിൻ്റെ ഉള്ളിൽ കൂടി ഇവർ പോകുന്നു. എന്തെല്ലാം സംവിധാനമാണ്! ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് എന്തും എവിടെയും ചെയ്യാം. എത്ര ഭിത്തികളുണ്ടെങ്കിലും എത്ര തടവറയുണ്ടെങ്കിലും വാതിൽ പോലും തുറക്കാതെ പുറത്തു കൊണ്ടുവരാൻ കഴിയും. ആരും അടക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ വേലയാണിത്. അതുകൊണ്ട് ആർക്കും നമ്മെ പിടിച്ചു കെട്ടാനോ തടയാനോ കഴിയില്ല. ഇവർ ഒരു ആത്മാവ് മാത്രമല്ല, ഇവർക്കെല്ലാം ശരീരമുണ്ട്. എന്നിട്ടും ഇവർ ഈ ജയിലിൽ നിന്ന് പുറത്തേക്ക് നിസ്സാരമായിട്ട് വന്നു. ഒരു കാറ്റിന് പുറത്തു പോകാൻ കഴിയുന്നത് പോലെ ഇവർ പുറത്തു വന്നു. ഓക്സിജൻ അല്ലേ, ആ തടവറയിലെല്ലാം കാറ്റ് കയറുന്നുണ്ട്. ഇതുപോലെ ഇവരൊരു ജീവനുള്ള ദൈവത്തിൻ്റെ ഉപകരണങ്ങളാണ്. അതുകൊണ്ടൊരു കാറ്റ് പോലെ ഇവർ ആ ജയിലിൽ നിന്ന് തുറക്കാതെ തന്നെ ദൂതന്മാരുടെ ഒപ്പം അവർ പുറത്തു വന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർക്ക്, ദൈവത്തിന്, പരിശുദ്ധാത്മാവിന്, പുത്രന്, പിതാവിന് എല്ലാം തടവറകൾ ഒരു തടസ്സമല്ല, ബന്ധനങ്ങൾ ഒരു ബന്ധനമല്ല. അതുകൊണ്ടാണ് ശിംശോൻ പറഞ്ഞത്, നിങ്ങൾ എന്നെ കൊല്ലരുത്, നിങ്ങൾ എന്നെ പിടിച്ച് കെട്ടിക്കോ, അതൊന്നും വിഷയമല്ല. ശിംശോൻ അറിയാം, ഈ ലോകത്തിലെ ഒരു കെട്ടും എനിക്ക് ബന്ധനമല്ല, ഒരു തടസ്സവും എനിക്ക് തടസ്സമല്ല, ഒരു വലിയ വാതിൽ എനിക്കൊരു തടസ്സമല്ല, ഏത് ലോക്കും എനിക്ക് ബന്ധനമല്ല. കാരണം ഞാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനാണ്. ഈ ഒരു ബോധ്യമുള്ളൊരു ദൈവ പൈതൽ ബന്ധനങ്ങളെ പേടിക്കില്ല. ഇതാ വാതിൽ തുറന്ന് അവർ പുറത്തു വന്നു. തുറന്നപ്പോഴോ അകത്ത് ആരെയും കണ്ടില്ല. ഇവര് പോയി പുരോഹിതനോട് ഈ കാര്യം പുരോഹിതന്മാരോട് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായിത്തീരുമെന്ന് അവരെക്കുറിച്ച് ചഞ്ചലിച്ചു, പേടിച്ചു, ഭയപ്പെട്ടു പോയി. ഇതെന്തായിത്തീരും? ജയിലിനകത്ത് പിടിച്ചിടാൻ പറ്റുന്നില്ല. ആകെ പിടിച്ചിടാൻ പറ്റിയ ഒരു സ്ഥലം ജയിലാണ്. ജയിലിന് പോലും ഇവരുടെ മുമ്പിൽ ഒരു വിലയുമില്ല. ഇവരെ ബന്ധിക്കാൻ പറ്റിയ ചങ്ങലയുണ്ടോ? ഇല്ല. ഇവരെ അടച്ചിടാൻ പറ്റിയ ജയിലിൽ ഇനി നമ്മൾ എവിടെ കൊണ്ടുവന്ന് വെക്കും? ഇവരെ എന്ത് ചെയ്യും? ഇവരെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയുന്നില്ല. അവർ ചഞ്ചലിച്ചു പോയി. ഇതാണ് റിവൈവൽ അടിച്ചാൽ, ഉണർവ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയില്ല, ഒരു ബന്ധനത്തിനും ബന്ധിക്കാൻ കഴിയില്ല. തമിഴ്നാട്ടിലൊരു ദേവദാസൻ പറഞ്ഞു, പ്രതികൂലമേ, നിനക്ക് ഇതുവരെയും പ്രതികൂലമില്ലേ? ഞാനാടാ നിനക്ക് പ്രതികൂലം. പ്രതികൂലത്തിനൊരു പ്രതികൂലം, വാദി പ്രതിയായി. മഹാപുരോഹിതന്മാർ ഇവരെ വിളിച്ചത് പേടിപ്പിക്കാനാണ്. ഇപ്പൊ ഇവര് കാരണം മഹാപുരോഹിതന്മാരും പടനായകന്മാരും പേടിച്ചു. അവരങ്ങനെ പേടിക്കുന്നവരല്ല. അവർക്ക് അധികാരമുണ്ട്, സൈന്യബലമുണ്ട്, ജയിലുണ്ട്, വാളുണ്ട്. ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യാനായിട്ട് അവർക്കറിയാം, തീർക്കാനറിയാം. പണ്ട് സൗദി അറേബ്യയിലോ എവിടെയോ പോയ ഒരാൾ പറഞ്ഞതുപോലെ, നമ്മുടെ നാട്ടിലെ പോലെയല്ല നിയമം. ഒരു വിഷയം വന്നാൽ അവര് ആ വിഷയം ഉണ്ടാക്കിയവനെ കൊന്നുകളയും. പിന്നെ അവിടെ ഒരു വിഷയമില്ലെന്ന് പറഞ്ഞതുപോലെ വിഷയക്കാരനെ തീർക്കുകയാണ്. എന്നാൽ ഈ വിഷയക്കാരെ തീർക്കാൻ പറ്റുന്നില്ല. കാരണം മരണത്തിൻ്റെ അധികാരിയായ കർത്താവിൻ്റെ മക്കളാണ് ഇവർ. ഇവരെ തീർക്കാൻ ആർക്കും കഴിയുന്നില്ല. ഇവര് എവിടെ നിന്നും പുറത്തു വരുന്നവരാണ്. ഹെവൻലി മാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പുസ്തകം എത്ര പേര് വായിച്ചിട്ടുണ്ട്? നിങ്ങൾ വായിക്കണം. ചൈനയിലെ ഒരു മിഷണറി, അദ്ദേഹത്തെ പിടിച്ച് ജയിലിനകത്തിട്ടു, വളരെ പീഡനത്തിലൂടെ പോയി. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ 2 മുട്ടും കൂടം കൊണ്ട് തല്ലി ചിതറിച്ച് കളഞ്ഞു. എഴുന്നേക്കാൻ കഴിയാത്ത രീതിയിൽ കാലുകൾ 2 ചിതറിപ്പോയി. അങ്ങനെ അദ്ദേഹം ആ കിടക്കണ, ആശുപത്രിയിലൊന്നും കൊണ്ടുപോകാൻ ആരുമില്ല, ചോര ഒലിച്ച് കിടക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്നു, മുറിയിലോട്ട് ഇറങ്ങി വന്നിട്ട് പറയുകയാണ്, ബാ എൻ്റെ കൂടെ വാ, നീ എഴുന്നേക്ക്. അപ്പൊ ആ കിടപ്പില് ഇദ്ദേഹം പറയുകയാണ്, എങ്ങനെ ഇറങ്ങി വരാനാണ്? എൻ്റെ 2 കാൽമുട്ടുകളും
ചെതറിപ്പോയി, ഇനി എനിക്കൊരിക്കലും എഴുന്നേക്കാൻ കഴിയില്ല. കർത്താവ് പറഞ്ഞു, ഞാനല്ലേ നിന്നോട് പറഞ്ഞു എഴുന്നേക്കാൻ. അദ്ദേഹം എഴുന്നേക്കാൻ നോക്കിയപ്പോൾ ചാടി എഴുന്നേറ്റു. ഒരു കുഴപ്പമില്ല. കൂടം കൊണ്ട് അടിച്ച് ചെതറിപ്പോയ കാലുകൾ. നിങ്ങൾ ഹെവൻലി മാൻ്റെ പുസ്തകം വായിക്കണം. ചൈനയിലെ ഒരു വലിയ മിഷണറിയുടെ ചരിത്രം. ഇന്ന് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. കർത്താവ് അദ്ദേഹത്തെ ആ കരിങ്കൽ ഭിത്തിയുടെ ഉള്ളിൽ കൂടി വെളിയിൽ കൊണ്ടുവന്നു. റോഡ് സൈഡിൽ ഒരു കൂടിയ വണ്ടി അദ്ദേഹത്തെ കാത്തിരിക്കണം. കർത്താവ് പറഞ്ഞു, ആ വണ്ടിയിലോട്ട് കയറിക്കൊള്ളാൻ പറഞ്ഞു. ആ വണ്ടിയിലോട്ട് അദ്ദേഹം കയറി. ഡ്രൈവർ അദ്ദേഹത്തെ ഒരു എയർപോർട്ടിൽ കൊണ്ടുപോയി. എയർപോർട്ടിൽ ചെന്നിട്ട് എനിക്ക് തോന്നുന്നു ജർമ്മനിയിലായിരിക്കാം. ജർമ്മനിയിൽ എയർപോർട്ടിൽ അദ്ദേഹം ഇറങ്ങി. ഈ നാട്ടിൽ നിന്ന് വിമാനം കയറി. ഇതെങ്ങനെ? ഇദ്ദേഹത്തെ ആരും കാണുന്നില്ല. ഇദ്ദേഹം എയർപോർട്ടിൽ പാസ്പോർട്ടില്ല, വിസയില്ല. നേരെ എയർപോർട്ടിലോട്ട് കയറി. എയർപോർട്ടിൽ നിന്ന് ജർമ്മനിയിലായിരിക്കാം. ജർമ്മനിയിലെ വിമാനത്തിൽ കയറി, അതിനകത്തിരുന്നു. ആ സീറ്റിൽ ആരും വന്നിരുന്നിട്ടില്ല. അദ്ദേഹം എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ നിന്ന് അദ്ദേഹം ഒരു വിസയും ടിക്കറ്റും പാസ്പോർട്ടും ഒന്നുമില്ലാതെ ജർമ്മനിയിൽ ഇറങ്ങി. കർത്താവിനൊന്നും അസാധ്യമല്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. അങ്ങനെയുള്ളവരുടെ പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. പണ്ട് മാത്രമല്ല, അപ്പോസ്തലന്മാരുടെ കാലത്ത് മാത്രമല്ല, അതിനേക്കാൾ വലുതാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ നടക്കുന്നു, വർത്തമാനകാലത്ത് നടക്കുന്നു. ഇതൊന്നും മനസ്സിലാകാതെ വെള്ളപ്പൊക്ക ഭീഷണി, റെഡ് അലർട്ട്, യെല്ലോ അലർട്ട്, ഇതേ തന്നെ തുങ്ങിപ്പിടിച്ച് കിടക്കല്ലേ. അവിടെ ഇത്തിരി വെള്ളം പൊങ്ങി, വീട്ടിൽ ഇത്തിരി 1 ഇഞ്ച് വെള്ളം കൂടി, ഇപ്പം ദേ വീട്ടിൽ വെള്ളം ഇറങ്ങി, ദേ വീണ്ടും വെള്ളം വരുന്നു, ദേ വീണ്ടും വെള്ളം പോകുന്നു. ഇത് തന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതം ഈ തിരമാല എണ്ണുന്നത് പോലെയാകും. തിരമാല എണ്ണിയാലും തീരുമില്ല. ഇതുപോലെ ദൈനംദിന ജീവിതത്തിൽ ഒരു ആവശ്യമില്ലാത്ത കാര്യം എണ്ണിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ ഒരു ലക്ഷ്യമുള്ളവരായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണം. കർത്താവ് കാര്യങ്ങൾ ചെയ്യുമെന്നേ. കർത്താവിൽ അങ്ങോട്ട് വിശ്വസിക്കുക. ഞാൻ കർത്താവിൻ്റെ രാജ്യനീതി അന്വേഷിക്കണം. എൻ്റെ കാര്യം എൻ്റെ കർത്താവ് നോക്കും. അതാണ് യേശു മത്തായി 6:33 പറഞ്ഞത്. മുമ്പേ അവൻ്റെ രാജ്യനീതി അന്വേഷിപ്പീൻ, അതോടുകൂടി ഇതെല്ലാം, സുരക്ഷിതത്വം, സമ്പത്ത്, പോകാനുള്ള വഴി, വരേണ്ട ദൂതന്മാർ വരും, തരേണ്ട നന്മകൾ തരും, ഇതെല്ലാം നടക്കുമെന്നേ. കാര്യങ്ങൾക്ക് ഒരു പോരായ്മയും ഉണ്ടാകത്തില്ല, ഒരു കുറവും ഉണ്ടാവില്ല. കർത്താവിന് വേണ്ടി വളരെ തിടുക്കമുള്ളവരാണെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടിയും വളരെ തിടുക്കമുള്ളവനായിരിക്കും. ഇവരിപ്പോൾ പേടിച്ച് ചഞ്ചലിച്ചെന്നാണ് നമ്മൾ വായിച്ചത്. അവിടെ വായിച്ചത്, ഈ വാക്ക് കേട്ടിട്ട് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇതെന്തായി തീരുമെന്ന് അവരെക്കുറിച്ച് ചഞ്ചലിച്ചു. നമ്മെക്കുറിച്ച് മറ്റുള്ളവർ ഞെട്ടുന്ന, ഭയപ്പെടുന്ന, ചഞ്ചലിക്കുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുമെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതി വെച്ചത് കൈ വെച്ചിട്ട്, കർത്താവേ, ഞങ്ങളെ നിന്ദിച്ചവരും പരിഹസിച്ചവരെ മുൻപിൽ ഒരു ചലനം അങ്ങ് അയക്കണമേ, ദൂതന്മാരെ അതുപോലെ ഇറക്കണമേ. പല പൂട്ടുകളും അവർ പൂട്ടി വെക്കട്ടെ, താക്കോലുമായിട്ട് വീട്ടിൽ പോകട്ടെ. നമുക്കിതൊന്നൊരു വിഷയമല്ല. കരിങ്കല്ല് വിഷയമല്ല, ചങ്ങലകൾ വിഷയമല്ല. കർത്താവിൻ്റെ വേലയിൽ തിരക്കുള്ളവർ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരാണോ നമ്മുടെ മുൻപിൽ സാധ്യതകൾ ഒത്തിരിയുണ്ട്. ഈ സത്യങ്ങൾ അറിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുകയും തലമുറകൾക്ക് ഈ സത്യം പറഞ്ഞു കൊടുക്കണം. ദൈവത്തിൽ ആശ്രയിക്കാൻ പഠിക്കണം. ദൈവം ജീവനുള്ള ദൈവമാണ്. ദൈവം മരിച്ചവരുടെ ദൈവമല്ല. ഞാൻ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം എന്ന് പറഞ്ഞു. എന്നിട്ട് പറയും, ദൈവം മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമാണ്. കാരണം അബ്രഹാം, ഇസഹാക്ക്, യാക്കോബും ദൈവത്തിന് ജീവിച്ചിരിക്കുന്നു, നമുക്കാണ് മരിച്ചത്. ജീവനുള്ള ദൈവം. അതുകൊണ്ടാണ് ദൈവം വന്നിട്ട്, ഞാൻ അബ്രഹാമിൻ്റെ, ഇസഹാക്കിൻ്റെയും ദൈവം ആയിരുന്നു എന്നല്ല, ആകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം. ജീവനുള്ള ദൈവം. കർത്താവിൽ നമുക്ക് അടിയുറച്ച് വിശ്വസിക്കാം. ഏത് സാഹചര്യങ്ങളിലും മറ്റുള്ളവരെ ചഞ്ചലിപ്പിക്കുന്ന ഒരു സാക്ഷ്യം പുറത്തു വരാൻ, മറ്റുള്ളവർ ഇതെന്തായി തീരുമെന്ന് ഞെട്ടിപ്പോകും. അതുപോലെ ഈ പോക്ക് ഭയങ്കരമാണ്. അതുപോലെ ഇന്ത്യ ഇതുവരെ കാണാത്ത റിവൈവൽ കാണാൻ പോവുകയാണ്. മലയാളക്കര കാണാൻ പോവുകയാണ്. തോമസ് ലീഗ വന്ന് ഇറങ്ങിയ സ്ഥലമാണ്. അതുകൊണ്ട് ഇത് കണ്ടേ മതിയാവും. ആ വ്യക്തിയുടെ കണ്ണുനീരും ആ ചോരയൊക്കെ വീണ മണ്ണാണ് ഈ രാജ്യം. കേരളക്കരയിലേതായാലും അദ്ദേഹത്തിൻ്റെ രക്തം വീണില്ല.
അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വീണ് പ്രാർത്ഥിച്ച സ്ഥലമാണ്. ആനന്ദ കണ്ണുനീര് വീണ സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. വലിയ ചലനങ്ങൾ വരും. പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് തന്ന ദൈവവചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കേട്ടവർക്കെല്ലാം ഒരു ചലനമുണ്ടാകട്ടെ. ആർക്കും തൊടാൻ കഴിയാത്ത, മറ്റുള്ളവരെ ചലിപ്പിക്കുന്ന വലിയ മൂവുകൾ ഞങ്ങളുടെ ഇടയിൽ നടക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തികൾ ഉണ്ടാകട്ടെ. ഇന്ന് ഇത് കേൾക്കുന്നവരെല്ലാം എല്ലാ നിലയിലും കർത്താവിനെ സേവിക്കുന്നവർ സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഇതാണെന്ന് കാണിച്ചു കൊടുക്കത്തക്ക രീതിയിൽ വലിയ ദൈവപ്രവർത്തി ഉണ്ടാകട്ടെ. മക്കളെ അനുഗ്രഹിക്കുന്നു. കൃപ കൊണ്ടവരെ മൂടണം. സൗഖ്യവും വിടുതലും കൽപ്പിച്ചാക്കുന്നു. വലുത് സഫലമായ വാതിലുകൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് വാഷിങ്ടൺ DC മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ളവർ പോസ്റ്ററിൽ കാണുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഫോൺ നമ്പർ നോട്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യാൻ മറക്കരുത്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസ് ജനറേഷൻ ടീം വാഷിങ്ടൺ DC കർത്താവ് അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ, അടുത്ത തിങ്കളാഴ്ച മുതൽ വീണ്ടും ഈ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥന വീണ്ടും ഒരുമിച്ച് നമുക്ക് പങ്കെടുക്കാം. ഈ മീറ്റിംഗ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം. മറ്റുള്ളവർക്കും ഇതൊരു അനുഗ്രഹമാകട്ടെ. നിങ്ങളുടെ കൈത്താങ്ങലുകൾക്കെല്ലാം നന്ദി. ഗോഡ് ബ്ലെസ് യു.